കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നത് നോക്കണ്ടേ. എല്ലാവരും വരൂ. ഇന്നിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇന്ന് തിരക്കൊന്നും ഇല്ല, വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്, സോപാനം വഴിയൊക്കെയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥ നല്ലതാണ്. മഴയും ഒക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. കുറച്ച് നേരം മഴ ഉണ്ടായി. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുള ആലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു വെങ്കല ഗരുഡൻ്റെ വിഗ്രഹം കാണാം. അതൊക്കെ കണ്ടിങ്ങനെ നമുക്ക് വരുമ്പോൾ ആ തീയരമ്പലത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഒരു കൽവിളക്ക് കാണാം. അതൊക്കെ കണ്ടിങ്ങനെ വരാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വരുമ്പോൾ പുതിയ ഗോപുരം കാണാം. ഗോപുരത്തിൻ്റെ മുകളിലും ഒക്കെ നന്നായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ കാണാം. കുറേ ഓരോരോ വിഗ്രഹങ്ങൾ ഇങ്ങനെ വേറെ കാണാം. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വന്ന് നേരെ ആ വാഹന പൂജയുടെ അവിടേക്ക് ഒന്ന് കുറച്ച് വാഹനങ്ങളൊക്കെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കണം. അതിലൂടെ നമ്മളിങ്ങനെ വരുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൂടെ വന്ന നേരെ അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ വരുമ്പോൾ അത്തിമര ഗണപതിയുടെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ ഒന്നും തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ദർശിക്കാം ഗണേശനെ. മുട്ടറക്കണമെങ്കിലൊക്കെ അവിടുന്ന് നാളികേരം അതിൻ്റെ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അങ്ങനെ പ്രദക്ഷിണമൊക്കെ ആയിട്ട് നമുക്ക് നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഗോപുരവാതിൽ കടന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ച് ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ആ ബലിക്കല്ലിൻ്റെ അവിടെ എത്തിയാൽ ആ കേശവൻ്റെ 2 കൊമ്പ് അപ്പുറം വെച്ചത് കാണാം. മഹാലക്ഷ്മീനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് അതിലൂടെ തന്നെ നമുക്ക് സുഖമായിട്ട് ദർശനത്തിന് അങ്ങോട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുക ശ്രീലകത്തേക്കാണ്. ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളെന്തായാലും ഇടതേ ഭാഗത്തേക്ക് അവിടുന്ന് നോക്കിയാൽ തന്നെ കാണുള്ളൂ. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണില്ല. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഇടത്തെ ഭാഗത്തുള്ള ആ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു പീഠം കാണാം. അവിടെ കെടാവിളക്ക്, ആ ഗ്ലാസ് വെച്ചിട്ട് കെടാവിളക്കുണ്ട്, അതിങ്ങനെ കത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം. അതേപോലെ വലതുവശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമായിട്ടാണ് കാഴ്ച. ഇന്നലെ അതിമനോഹരമായിരുന്നു. ബലരാമനും ഉണ്ണിക്കണ്ണനും 2 ഉണ്ണിക്കണ്ണന്മാരായിട്ടാണ് നിന്നിരുന്നത്, ആ വെണ്ണയും ഒക്കെ ഇട്ട്. ഇന്നിപ്പോൾ അതൊന്നുമല്ല, ഇന്ന് വേറെ വ്യത്യാസമായിട്ടാണ്. അപ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത്, പട്ടുകോണ ഞൊറിഞ്ഞെടുത്ത്, അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണാണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ കഴുത്തിൽ 5 ഗോപീതിലകങ്ങൾ കൊണ്ടൊരു മാലയാണ്. അതിൻ്റെ പ്രകാശമാണ് കേട്ടോ ഇങ്ങോട്ട്. ആ നെയ്വിളക്കിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ ഈ ഗോപീതിലകങ്ങൾ ഇങ്ങനെ പ്രകാശിച്ച് വരിക. അങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ കൈവളകൾ കാണാണ്ട്. കൈവളകൾ ഇടത്തെ കയ്യിൽ ആ ഓടക്കുഴലുണ്ട്, പൊന്നോടക്കുഴൽ, അതിൻ്റെ പ്രകാശം ഒന്ന്. വലത്തെ കയ്യിലൊരു ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അമ്മോട് ചോദിച്ചപ്പോഴേ അമ്മ അലങ്കരിക്കാൻ വന്നപ്പോൾ 6 ഉണ്ടായിരുന്നിരിക്കാം. അതൊന്ന് ഒരെണ്ണം അമ്മ ഇതിൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാനിതിങ്ങനെ കയ്യിൽ വെച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയതാവുന്ന തോന്നുന്നത്. ആ ഒരു ഗോപീതിലകം കയ്യിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിളക്കാണ് ഇന്ന് ശ്രീലകത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് ദൂരേക്ക് ഇങ്ങനെ കാണാം. ആ ഒരു തിളക്കം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. 5 ഗോപീതിലകമുണ്ട്. അത് കൂടാതെ ആ ഒരു മുല്ലമൊട്ടുമാലയുണ്ട്, പിന്നെ വളയം പോലത്തെ മാല ഉണ്ട്. അതിൻ്റെയൊക്കെ ആ സ്വർണത്തിൻ്റെ പൊന്നിൻ്റെ തിളക്കും ആ ഭഗവാന്റെ തിളക്കും എല്ലാം കൂടിയാണ്. ആ നെയ്വിളക്കിൻ്റെ ആ ഒരു പ്രഭ ഇങ്ങനെ സ്വർണത്തിൽ തട്ടിയിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ഭഗവാന്റെ ഒരു എന്താ പറയുക, ഒരു കരസ്പർശനം നമുക്ക് കിട്ടിയ പോലെ ആ ഒരു തോന്നലുണ്ടാവും. അത്രയും മനോഹരമായ ഒരു കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 2 ഉണ്ട്. തുളസിയും വെളുത്ത പൂവായിട്ടുള്ള തന്നെയാണ്, അതേപോലെ തന്നെ 2. അതേപോലെ ഉണ്ടമാല 1 അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ എത്തിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന
ആ കാഴ്ചകളാണത്. അപ്പോൾ അത് എല്ലാവരും കണ്ടോളൂ. വളരെ നന്നായിട്ട് മനസ്സിരുത്തി തന്നെ ഭഗവാനെ തൊഴാം. അത്യാവശ്യം രണ്ട് ഭാഗത്തുനിന്നും നമുക്ക് തൊഴാൻ പറ്റുന്ന അവസ്ഥയാണ്. മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും കിട്ടും, സോപാനപ്പടിയിൽ നിന്നും കിട്ടും. അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ആ ബലിക്കല്ല്, അഗ്നികോണിലുള്ള ആ ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. ഇന്നലെ കുറച്ച് ആൾക്കാർ ചോദിച്ചു എവിടെയാണ് കാണാൻ പറ്റുന്നില്ല ആ ആലിലക്കണ്ണനെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കൂ. ആ ബലിക്കല്ലിൻ്റെ അവിടെ എത്തിയിട്ടൊന്ന് തിരിഞ്ഞ് നേരെ ആ കോർണറിലേക്ക് ആദ്യത്തെ വലിയ ഭണ്ണാരുണ്ട് F1 എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മുകളിലത്തെ ആ ഒരു പലകയും കഴിഞ്ഞ്, അതായത് ഇതിങ്ങനെ എന്താ പറയുക മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നോക്കിയാലാണ് ആ കോർണറിൽ ഭഗവാന്റെ ആ ഒരു കല കൊണ്ട് എന്താ പറയുക വരച്ച ചിത്രം കാണുക. പച്ച ആലിലയിൽ ഇങ്ങനെ ഉണ്ണിയുടെ ആ ചിത്രം ആലിലക്കണ്ണനായിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് തൊഴുതോളൂ കേട്ടോ. അതിന് ശേഷം നമ്മളിങ്ങനെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുതു. പിന്നീട് നമ്മൾ ഗണേശൻ്റെ അടുത്ത് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ആ മാലകളൊക്കെ ഇങ്ങനെ ആയി വരുന്നു. അർച്ചനകൾ ധാരാളം, അപ്പോൾ എല്ലായിടത്തും അർച്ചനകൾ നടത്തുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അവിടെ അർച്ചനയ്ക്ക് കൊടുത്താൽ അവിടുന്ന് പ്രസാദമൊന്നും കിട്ടില്ല. പലരും വന്ന് ചോദിക്കുന്നതാണ് അവിടുന്ന് പ്രസാദം കിട്ടുമെന്ന്. അവിടുന്ന് പ്രസാദം കിട്ടില്ലല്ലോ. അപ്പോൾ നേരെ പുറത്തുനിന്ന് ഇവിടുന്ന് വിഘ്നേശ്വരൻ്റെ അടുത്തോ അയ്യപ്പൻ്റെ അടുത്തോ ദേവിയുടെ അടുത്തൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ അർച്ചന കൂടുന്നത്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കണ്ട് ആ ഗണേശൻ്റെ രൂപമൊക്കെ കണ്ട് നമുക്ക് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കണ്ട് തൊഴുത് നമ്മൾ നേരെ വരുന്നത് ആ കോർണറിലെത്തുമ്പോൾ ചെറിയ ഗണപതിയെ ഒന്നുകൂടി കാണാം. അതൊക്കെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അതും കഴിഞ്ഞാൽ വാമനാവതാരത്തിൻ്റെ രൂപം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെയും കാണാം. അതൊക്കെ കണ്ട് അവിടേക്ക് ഒന്ന് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അനന്തപത്മനാഭൻ്റെ അവിടെയൊക്കെ ധാരാളം മാലകളുണ്ട് കേട്ടോ. തെച്ചിയും തുളസിയും അതേപോലെ ആ താമരയും വെളുത്ത പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ധാരാളം വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ഇന്നിപ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇന്നിപ്പോൾ കിട്ട കേട്ടിരിക്കാം നിങ്ങളെല്ലാവർക്കും. അതായത് ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ കിട്ടയുടെ കാര്യം പറയാറുണ്ട്. അതായത് കുറച്ചും കൂടി എത്തിയിട്ട് പറയാമല്ലേ, അവിടെ എത്തുമ്പോൾ പറയാം. അങ്ങനെ നമ്മളവിടെ നിന്ന് തൊഴുത് വന്ന് നേരെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് മുരുകനെയൊക്കെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്തിയാൽ ഒരു നാരങ്ങമാലയുണ്ട്, ഒരു വെറ്റിലമാലയുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഓവിൻ്റെ അവിടുന്ന് കുറച്ചുകൂടി പടിഞ്ഞാറോട്ട് മാറിയാൽ താമരക്കണ്ണനെ കാണാം ആ ചുവരിൻ്റെ മുകളിൽ. അത് കഴിഞ്ഞാൽ നേരെ ആ ഗ്രില്ലിനവിടെ വന്നാൽ, കിഴക്ക് വശത്തുള്ള ഗ്രില്ലിനവിടെ വന്നാൽ നമ്മൾ മണിക്കിണർ കണ്ട് തൊഴാം. അതുപോലെ നൃത്താറ കണ്ട് തൊഴാം. അവിടെ കെടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും, അത് കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും
അതേപോലെ ആ വസുദേവരെയൊക്കെ ആയിട്ട് കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തിയാൽ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ തൊട്ട് അങ്ങനെ നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അവിടെ ഒന്നും വലിയ തിരക്കില്ല കേട്ടോ, സുഖമായിട്ടുള്ള ദർശനം തന്നെ. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരിക. ഭഗവതി അവിടെ നിന്ന് നല്ല രസമായിട്ടുണ്ട്. വെളുത്ത ആ ഒരു പൗണ്ടൊക്കെ ആണ് പട്ട് പോലെ ചുറ്റിയുണ്ട്. അതേപോലെ ചുവന്ന പട്ട് കസവുണ്ട്. അതേപോലെ ധാരാളം തെച്ചിപ്പൂക്കളുണ്ട് അലങ്കാരമായിട്ട്. അവിടെ അർച്ചനകൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവതീനെ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിൽ വന്ന് ആ മമ്മിയൂരപ്പനെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക മനസ്സിൽ. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോപീതിലകവും ഓടക്കുഴലും പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന നമ്മളെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ട് അവിടെ നിന്ന് നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് എത്തുക. അവിടെയും കൂത്തമ്പലത്തിലും ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണം. അത് കണ്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ അയ്യപ്പസ്വാമീനെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴൊന്ന് നീല ഒരു പട്ടിൻ്റെ പോലത്തെ കളറാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ നല്ല പൗണ്ടുണ്ട്. പിന്നെ മുഖത്ത് അങ്ങനെ ഗോളക ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് പ്രണമിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും കാണാം. അതേപോലെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി നിന്നിട്ട് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് പ്രണമിക്കാം. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിലൂടെ പുറത്തേക്ക് കടന്ന് നേരെ ആ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ലക്ഷ്മി ഹാളിൻ്റെ അധീനങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിന് വരിക. അവിടെ ധാരാളം ആളുകൾ നാമജപം നടത്തുന്നുണ്ട്. അതൊക്കെ കാണാം. അവിടേക്ക് ഒന്ന് തൊഴാം. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അതൊക്കെ ഒന്ന് തൊഴാം. അങ്ങനെ അവിടുന്ന് വരുമ്പോഴാണ് നമ്മൾ ഇനിയിപ്പോൾ കാണാനുള്ളത് കിട്ടട കാര്യം പറഞ്ഞ കാര്യം. അവിടെ അത്താണി ഇങ്ങനെ കാണാം, കരിങ്കല്ല് അത്താണി. ആ അത്താണിയുടെ അവിടെയാണ് ഈ കിട്ടട. അത് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. ഉത്സവ സമയത്ത് അവിടെ എത്തുമ്പോൾ വാദ്യങ്ങളൊക്കെ നിർത്തിയിട്ട് സങ്കടമില്ല എന്നുള്ള കിട്ടയുടെ കുടുംബത്തിൻ്റെ ആ ഒരു പറച്ചിൽ കേട്ടാൽ മാത്രമേ ഭഗവാൻ അവിടുന്ന് അനങ്ങൂ എന്നുള്ള ആ ഒരു കാഴ്ച. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ദേവസ്വത്തിൻ്റെ ആളുകളൊക്കെ ചെന്ന് കിട്ടട കുടുംബത്തിന് ആയിട്ടുള്ള സല്ലാപങ്ങളൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഗുരുവായൂർ. അതും വളരെ പ്രാധാന്യം തന്നെ. കാരണം ഒരു ഭക്തൻ്റെ വേദനയിൽ ഭക്തൻ്റെ വീട്ടുകാരുടെ ആ ഒരു സങ്കടമില്ല എന്നുള്ള ആ ഒരു വാക്ക് കിട്ടിയാൽ മാത്രമേ ഭഗവാൻ അവിടുന്ന് പോരൂ എന്നുള്ള ഒരു അവസ്ഥ വന്നതും അഹങ്കാരികളായ മറ്റുള്ളവർക്ക് അതൊരു പാഠമായതും അതെല്ലാം ആ ഭഗവാന്റെ ഓരോ മായ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ അവിടെ അത്രയും പ്രധാനമായ കാര്യങ്ങളാണ്. അതിപ്പോൾ ഇന്ന് നടക്കുന്ന എല്ലാ ഉത്സവത്തിനും അത് നടക്കാറുണ്ട്. നമ്മൾ ഭഗവാന് അഭിഷേകം ചെയ്ത ഉത്സവത്തിന് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ഇളനീര് കൊണ്ടുവരുന്നതൊക്കെ ആ കിട്ടട കുടുംബാംഗങ്ങളാണ്. അതൊക്കെ ഒരു പുണ്യജന്മങ്ങൾ. മരിച്ചാൽ എന്താണ് എന്നും അവരെ ആ കുടുംബങ്ങൾക്കും അവിടെ പ്രാധാന്യമുണ്ട്. പിന്നെ എന്നും അദ്ദേഹത്തിൻ്റെ നാമം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമല്ലോ. അതിനൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ. ഇപ്പോൾ കുറൂരമ്മയായാലും അതേപോലെ മഞ്ജുള വാരസ്യാരായാലും പൂന്താനായാലും വില്ലുമംഗലായാലും എല്ലാവരുടെയും ഓരോരുത്തരും അത്രയ്ക്കും ആ ഭക്ത ശിരോമണികൾ തന്നെയാണ്. അത് ആ ഒരു ഭാഗ്യമൊക്കെ എല്ലാവർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ദുർലഭമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ അങ്ങനെ മനസ്സിലെങ്കിലും സ്മരിക്കാൻ കഴിയണത് തന്നെ നമ്മളെ ഭാഗ്യം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ നോക്കി കണ്ട് അങ്ങനെ
ഭഗവതിയുടെ അവിടെ വന്ന് തൊഴുതു. അങ്ങനെ ദീപസ്തംഭത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും ആ പ്രകാശം. ഇന്നത്തെ പ്രകാശത്തിന് കുറച്ചും കൂടി കൂടുതൽ പൊന്നിൻ്റെ തിളക്കം കൂടുതലുള്ള കാരണം നന്നായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവിടുന്ന് കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ നേരെ തെക്കേ നടയിലുള്ള കൂവളത്തിനെ കാണാനായിട്ട് പോവാം. കൂവളത്തെ ദൂരത്ത് തന്നെ കാണാം. അപ്പോൾ കൂവളത്തെ ചെന്നൊന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയൊക്കെ അനുഗ്രഹം ലഭിക്കും. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ നമ്മൾ കണ്ടു തൊഴുതു. എല്ലാവരുടെ മനസ്സിലേക്കും ആ ഗുരുവായൂരപ്പൻ്റെയൊക്കെ ചൈതന്യം എത്തിച്ചേരട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.